New fridge. Let's see what's gonna happen. അവരൊരു പുതിയ ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. Watch it. It's a new fridge. Watch it. Okay. Finally, Dad, we got a new fridge, huh? Yeah, I know. America finally, we got a new fridge. Now we can get KFC, pizza, okay? Or I should have chewed out the culture. Yeah, light under. Yeah. I feel some cold air coming. Working, I think. Yeah. Phoebe, I think some Indian store for you. I think to buy some meat or chicken or matio. Okay. Yeah. Let me see. കൊണ്ടുവന്ന കാര്യമായി നമ്മുടെ ഫ്രിഡ്ജ് ഇന്ന് കിട്ടി. ഫ്രിഡ്ജിൽ ഈ മീൻ വെച്ച് നമ്മൾ ഇന്ന് ഫ്രോഡാക്കി പോകല്ലേ, ഒരാഴ്ച കഴിഞ്ഞല്ല വരും. ഫ്രിഡ്ജ് വെച്ചിട്ട് ഓക്കെ. ഫ്രിഡ്ജിന്റെ ആക്ടിങ് ലൈറ്റ് സ്വിച്ച് എല്ലാം ഓഫ് ചെയ്യണം. Family returns after 1 week vacation. ആന്റിക്കൊരു സമ്മാനം കൊടുക്കണം എന്തായാലും. മഴയും തണുപ്പും എല്ലാം എന്താ. അവിടെ 90 degrees ഒക്കെ ചൂടല്ലേ? ഞാൻ സ്വല്പം കറക്ക് വരുന്നു. ഞാൻ കറുത്തു പോയോ? ഈ ഫ്ലോറിഡയിൽ ആഫ്രിക്കയിൽ എവിടെ പോയാലും അതുപോലെ തന്നെ. I was thinking that we were talking Florida movie because അവിടെ തണുപ്പില്ല, സ്നോ ഇല്ല, there's no traffic, no taxes. ഇതാണ് ഈ പിള്ളേരുടെ കാര്യങ്ങൾ. അപ്പൊ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് കാണുമ്പോൾ അവരെ അട്രാക്ട് ചെയ്യുക. അവർ പിന്നീട് ഒന്നും ആലോചിക്കാനുള്ള സമയം അവരെടുക്കുന്നില്ല. ഫ്ലോറിഡയിൽ നിങ്ങൾ അവിടെ എന്താ കണ്ടത്? അവിടുത്തെ വെതറും ഡിസ്നിലാൻഡും ഒക്കെ കണ്ടെന്ന് വിചാരിച്ചാൽ ആകർഷിച്ചു പോയി പെട്ടെന്ന്. ആ പുറമേയുള്ള ആകർഷണമാണ് നിങ്ങൾക്ക് പറ്റിയത്. ഇവിടെ നമുക്ക് എന്താ ഇല്ലാത്തത്? ഇവിടെ ന്യൂയോർക്കിൽ നമുക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ട്, ഒരു ഫെലോഷിപ്പ് ഉണ്ട്, നല്ലൊരു ചർച്ച് ഉണ്ട്, സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, സഹോദരങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്ന ഫാമിലീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്താണ്? ഒരാഴ്ചയായിട്ട് ഇടുവാണല്ലോ, അതിന് അങ്ങനെയൊന്നും ആർക്കൊന്നും ഒരാഴ്ച കുഴപ്പമില്ല. ഞാൻ ഒരു മാസം വരെ സയൻസ് അതാണ്. ഫ്രിഡ്ജിന്റെ അവിടെ അടിയിലൊക്കെ നോക്കി നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രിഡ്ജിന് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ നൈസ് സോപ്പ് വാഷ്. ഓക്കെ, ശരിക്കും ക്ലീൻ ചെയ്യണം പുറമെ. ബ്രഷ് ചെയ്തേ. ഓണാക്കിയില്ലേ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് സ്വിച്ച് പോവാൻ നേരം ലൈറ്റ് മീൻ എടുത്ത് കളയാൻ പറ്റത്തില്ല. ഒരു കാര്യം, നമ്മുടെ അപ്പുറത്തെ തങ്കച്ചനങ്ങളുടെ ബാക്ക് യാർഡിൽ
ഏതായാലും ഒരു കാര്യം ചെയ്യേ, ഫ്രിഡ്ജ് തുറന്ന് നല്ല വൃത്തിയായിട്ട് അത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യും. വിനീഗറും ശരിയായിട്ട് ഫുൾ സർവീസ് കാർ വാഷ് കൊടുക്കാം. സൈഡ് കോർണർ എല്ലാം ചെയ്യും വൃത്തിയായിട്ട്. ശരിക്കും തേച്ച് സ്വിച്ച് ഓൺ ചെയ്തത് പിന്നെ കാര്യം വിചാരിച്ചാല് 16:7 പറയുന്ന ദാവീദിനെ ദൈവം തെരഞ്ഞെടുക്കാൻ രാജാവായിട്ട് തെരഞ്ഞെടുക്കാൻ പോയപ്പോൾ അവിടെ ശമൂവേല് പ്രവാചകൻ അവിടെ ചെന്ന് ആദ്യത്തെ ആളിനെ കൊണ്ടുവരികയാണ്. ഈശായി മക്കളെ കൊണ്ടുവന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ അവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു ഇതാണ് എന്ന് ആദ്യം പറയുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ പറയുന്നു, നീ അവന്റെ പൊക്കവും മുഖവും നോക്കരുത്. ദൈവം തമ്പുരാൻ എന്താണ് നോക്കുന്നത്? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, എന്നാൽ ദൈവമോ ഹൃദയങ്ങളെ തന്നെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നാം പുറമേ ഉള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അകമേ ഉള്ളതിനോ നാം പ്രാധാന്യം നൽകുന്നില്ല. Matthew 16:18. But those things which proceed out of the mouth come from the heart, and they defile a man. ഞങ്ങൾ ഈ ചെറിയ സ്കിറ്റ് കൊണ്ട് ഒരു ചെറിയ മെസ്സേജ് തരാൻ ആഗ്രഹിച്ചത് എന്തെന്ന് വെച്ചാൽ, നാം മനുഷ്യരെ കൂടുതലും പുറമേ നോക്കിയാണ് ജഡ്ജ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒരു മനുഷ്യനെ പുറമേ നോക്കിയാൽ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ പുറം ശുദ്ധിയായിരിക്കുന്നതിനേക്കാൾ അധികം അകവും ശുദ്ധിയായിരിക്കണം.